നമസ്കാരം. നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു സാധാ പോലീസുകാരൻ, അതായത് ഇപ്പോ സിവിൽ പോലീസ് ഓഫീസർ, നേരത്തെ അത് കോൺസ്റ്റബിൾ എന്ന് പറയും. ഒരു കോൺസ്റ്റബിൾ മൂത്ത് ഏട്ട് ഹെഡ് കോൺസ്റ്റബിൾ ആകും. പിന്നെ അതൊന്നും കൂടി മൂത്തിട്ട് ASI ആകും. പിന്നെ ഒന്നും കൂടെ മൂത്ത് SI ആകും. പിന്നെ ഒന്നും കൂടെ മൂത്തിട്ട് ചിലപ്പോൾ സർക്കിൾ ആവും. ഇങ്ങനെ മൂത്ത് മേലേക്ക് കയറുന്നതാണ് സാധാരണ നമ്മൾ കാണാറ്. എന്നാൽ ഇവിടെ എടച്ചേരി പോലീസ് സ്റ്റേഷനിലെ ഒരു SI കിരൺ, അദ്ദേഹം ഈ മാസം മുതൽ SI പദവി വേണ്ട എന്ന് വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ ജോലി ഉപേക്ഷിച്ചിട്ട് തിരുവനന്തപുരം SIP ക്യാമ്പിലെ ഒരു സാധാരണ പോലീസുകാരനായി മാറി. നമ്മൾ കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. ഇദ്ദേഹത്തിന് എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തതുകൊണ്ട് ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇറക്കിയതല്ല. SI ആയിരുന്ന ആളെ കോൺസ്റ്റബിൾ ആക്കി മാറ്റിയതായിട്ടൊന്നുമല്ല. പക്ഷെ അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്താണ്. അപേക്ഷ കൊടുത്തിട്ട് തനിക്ക് SI പണി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിളായി മാറിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മാസം മുതൽ അദ്ദേഹം തിരുവനന്തപുരം SIP ക്യാമ്പിൽ പോലീസുകാരനായുണ്ട്, സാധാരണ പോലീസുകാരനായുണ്ട്. ഈ പത്രക്കാരും ചാനലുകാരും ഒക്കെ സഹപ്രവർത്തകർക്കും അതിന്റെ കാരണം ചോദിച്ചു. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴേക്ക് ഒരു സ്ഥാനം ഇറക്കം വാങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറയുന്നില്ല എന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം പോലീസുകാരനായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. കാരണം വീണ്ടും സംഗതി പോലീസുകാരനാണെന്നുണ്ടെങ്കിലും SI സ്ഥാനം വേണ്ടാന്ന് വെച്ചെങ്കിലും ഒരു സാധാ പോലീസായി തുടരുന്നുണ്ടെങ്കിലും അദ്ദേഹം പോലീസിൽ തന്നെയാണല്ലോ. അപ്പോൾ അതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് ഒരു പുലിവാല് പിടിക്കേണ്ട എന്നതുകൊണ്ടായിരിക്കണം അദ്ദേഹം മിണ്ടാത്തത്. പക്ഷെ എങ്കിലും നമുക്ക് ഊഹിക്കാം പല കാര്യങ്ങളും ഈ പോലീസുകാരിലുണ്ട് എന്നത്. അല്ലെങ്കിൽ അവർ അത്തരത്തിൽ പല കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരോട് പറയാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ധാരാളം പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മേലാഫീസർമാരുടെ തെറി എന്ന് പറയുന്നത്. രാവിലെ ഉള്ള ആ കൂടിച്ചേരൽ, അതിലുണ്ടാകും പൂരത്തെറി, അത് മുഴുവൻ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഡ്യൂട്ടിയിലേക്ക് വന്ന് കയറി കഴിഞ്ഞാൽ വീണ്ടും കുറെ നേതാക്കന്മാരുണ്ടാവും. അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇപ്പോ ഈ ഭരണവർഗം എന്ന് പറയുന്നത് പോലീസുകാരെ അടിമകളാക്കി കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക പിണറായി സർക്കാരിന്റെ ഈ കാലത്ത്. അപ്പോൾ അവരുടെ ഈ ലോക്കൽ സെക്രട്ടറിമാർ മുതൽ ഒരു ലോക്കൽ സഖാവിന്റെ കാര്യം വരെ അവരുടെ വരെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു ഗതികേട് ആത്മാഭിമാനമുള്ള ഒരു പോലീസുകാരനും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അതായത് രാഷ്ട്രീയ നേതാക്കളുടെ അടിമയായി പ്രവർത്തിക്കുക എന്നുള്ളത്. അവരുടെ ധർമ്മവും നീതിയും ഒക്കെ അലമാര വെച്ച് പൂട്ടിയിട്ട്, അത് വീട്ടിലെ അലമാര വെച്ച് പൂട്ടിയിട്ടാണ് സ്റ്റേഷനിലേക്ക് വരേണ്ടത്. സ്റ്റേഷനിലൊന്നും നടക്കൂല. അവർ പറയുന്ന വ്യക്തികൾ, അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് ആരാണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആരൊക്കെയാണോ കൊണ്ടുവന്ന് നിരത്തി കൊടുക്കുന്നത് അവരെയൊക്കെ പ്രതികളാക്കണം. അവരുടെ പേരിൽ നടപടികൾ എടുക്കണം. അവരെ ജയിലിൽ അടയ്ക്കണം. അതൊക്കെയാണ് ഇവരുടെ പണി. അതിൽ ഏതൊക്കെ വകുപ്പുകൾ ഇടണം, എന്തൊക്കെ ചെയ്യണം, ഏത് രീതിയിൽ അന്വേഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ബന്ധപ്പെട്ട നേതാക്കന്മാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഷാജസ്കറിയ തന്നെയാണ് ഒരു ഉദാഹരണം. ഏതാണ്ട് 2 മാസത്തോളം ആ വ്യക്തിയായിട്ട് നട്ടം തിരിച്ചത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം നശിപ്പിച്ച് ആ സാധനങ്ങൾ ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതുപോലെ മറ്റു പല അവസ്ഥകൾ. അത് കഴിഞ്ഞിട്ട് ഇതേ മാത്യു കുഴൽനാടന് പിന്നാലെയാണ് കുറച്ച് നാൾ പോയത്. അത് കുറച്ച് നടപടികളുമായി അത് നിന്നു. ഇതിനിടയിൽ നവകേരള ധൂർത്തുമായി ബന്ധപ്പെട്ട് കുറെ നടപടികൾ വന്നു. സാധാരണ പൗരന്മാരെ പോലും വെറുതെ വിട്ടില്ല. ഇവിടെ നിസാർ ബാബു എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അയാളെ വെറുതെ വിട്ടില്ല. അയാളെ തല്ലിയ ആൾക്കാരെ, അയാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച ആൾക്കാരെ, അയാളെ മൈക്ക് പിടിച്ചു പറിച്ചുകൊണ്ട് പോയ സഖാക്കന്മാരുടെ വീഡിയോ തെളിവുകൾ അടക്കം പോലീസുകാർ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ പോലീസുകാർക്ക് പക്ഷേ മിണ്ടാൻ കഴിഞ്ഞില്ല. അവർ അവിടുത്തെ സഖാക്കന്മാർ പറയുന്ന അനുസരിച്ച് കേട്ട് ആ നിലപാട് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ആ നടപടികൾ എടുക്കേണ്ടി വന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ എന്റെ അവസാനമായി യദു, തിരുവനന്തപുരത്ത് ഡ്രൈവർ യദു, ലോകം മുഴുവൻ കണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്ന്. പക്ഷെ ആ കണ്ട ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും ഒരിക്കലും അത് പോലീസിന് അതൊന്നും നോക്കാനില്ല. കോടതി തന്നെ പറഞ്ഞു യദു കൊടുത്ത കേസ് എടുത്ത് അന്വേഷിക്കണമെന്ന്. പക്ഷെ യദു കൊടുത്ത കേസ് അത് അലമാര വെച്ച് പൂട്ടി നടക്കുകയാണ് പോലീസ്. പേരിന് വേണ്ടി കോടതി ചോദിച്ചപ്പോൾ 1-2 റിപ്പോർട്ട്, ആ ചടങ്ങ് ഇങ്ങനെ നടക്കും. പക്ഷെ കുറ്റവാളികൾ കൊടുത്ത കേസ്, കുറ്റം ചെയ്തവർ കൊടുത്ത കേസ്, ഈ നിരപരാധിക്കെതിരെ നടക്കുന്ന കേസ് വളരെ ആഘോഷപൂർവ്വം നടക്കുന്നതും അത് വിശാദമായിട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ എത്തിയതും ഒക്കെ നമ്മൾ കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞത്. പോലീസുകാർക്ക് പോലീസുകാരെ പണിയെടുക്കാൻ പറ്റണില്ല. അപ്പൊ പിന്നെ സ്വാഭാവികമായും അവർക്ക് ആ പണിയോട് വെറുപ്പുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് ഡ്യൂട്ടിയുടെ കാര്യം. സത്യത്തിൽ ജോലിയുടെ കാര്യത്തിൽ സത്യസന്ധമായി പണിയെടുക്കാൻ കഴിയുന്ന ഒരു പോലീസുകാരല്ല, അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റുന്നവരല്ല ഇപ്പോൾ ഉള്ളത്. അതിനർത്ഥം അവർ മോശക്കാരാണെന്നല്ല. അവർക്ക് സത്യവും നീതിയും ധർമ്മവും നിലനിർത്തി തന്നെ ജോലി ചെയ്യണമെന്നാണ് ഞാൻ പരിചയപ്പെട്ട പോലീസുകാരെല്ലാവരും പറയുന്നത്. പക്ഷെ നിർഭാഗ്യം, അവരൊന്നും പേര് വെളിപ്പെടുത്തൂല. അവർക്കത് പറ്റില്ല. അവരെ കഴുത്തിൽ കയറിട്ട് പിടിച്ചേക്കാണ് ഈ രാഷ്ട്രീയ മേലാളന്മാർ, ഈ നേതാക്കന്മാർ. അതിനെല്ലാം പുറമെ അവരനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വീട് കാണാൻ പറ്റൂല. പ്രത്യേകിച്ച് SI മാർ 24 മണിക്കൂർ ഡ്യൂട്ടിയാണ് അവർക്ക്.
മറ്റിപ്പോൾ ഒരു സാധാ പോലീസുകാരനാണെങ്കിൽ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടിൽ പോകാം, പെണ്ണുങ്ങളെ കാണാം, കുട്ടികളെ കാണാം, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാം. ഇവിടെ ഈ SI ആയി കഴിഞ്ഞാലോ 24 മണിക്കൂർ ഡ്യൂട്ടിയാണ്. ഈ പറഞ്ഞ കിരൺ എന്ന് പറയുന്ന SIക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനും പറ്റിയില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം അത്രത്തോളം ഡ്യൂട്ടി തിരക്കായിരുന്നു അത്രേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാണ് നമ്മൾ ജോലി ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നത്? ഒറ്റയ്ക്ക് അടിച്ചു പൊളിച്ച് തിന്ന് അറുമാദിച്ച് കളയാൻ വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നവർ എത്ര പേരുണ്ട്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ വളരെ വിരളമായി. നമ്മളെല്ലാം ജോലി ചെയ്ത് നമ്മൾ കുടുംബത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളുണ്ട്, ഭാര്യയുണ്ട്, മറ്റ് ആൾക്കാരുണ്ട്, അവരോടൊപ്പം ജീവിക്കാനാണ്. അതിനുള്ള വക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായി പണം മാത്രം പോരാ, ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കണം, മക്കളോടൊപ്പം സമയം ചെലവഴിക്കണം. ഈ ഭാര്യയോടും മക്കളോടൊപ്പം സമയം ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്നതിന് പകരം നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അവിടെ ചുമരിലൊട്ടിക്കാൻ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. SIമാരുടെയും CIമാരുടെയൊക്കെ ഗതി അതാണെന്നാണ് മനസ്സിലാകുന്നത്. അവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, വീടുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം സ്ട്രെസ്സാണ്, അവരെ കാണാൻ കഴിയണില്ല. ഈ ഫോട്ടോ കണ്ട് വീട്ടിലുള്ളവർക്ക് സാഹചര്യമടയാണ്. ഇനി അഥവാ അത് പറ്റില്ല എന്ന് നിലപാടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഫോട്ടോയാക്കി ചുമരിൽ വെക്കാനും ഈ പറഞ്ഞ അധികാരികളും ഈ പറഞ്ഞ നേതാക്കളും മടിക്കൂല. ഇതൊക്കെ കൊണ്ടാണ് പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി ഭാരം, ജോലി ഭാരം, പിന്നെ അവരുടെ മേൽ ചുമത്തുന്ന അമിതമായ സ്ട്രെസ്, ഈ നീതി അല്ലാത്ത കാര്യങ്ങൾ, കുറ്റകരമായ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവരുടെ മനസ്സിൽ എത്രയൊക്കെ ആയാലും അവരെ കൊണ്ട് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവുമല്ലോ താൻ ചെയ്യുന്നത് കുറ്റമാണ്, കുറ്റകൃത്യമാണ്, അനീതിയാണ് എന്ന് അവർക്കറിയാമല്ലോ, തൻ്റെ നിസ്സഹായത കൊണ്ട് ചെയ്യുന്നതാണ് എന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്ട്രെസ് എല്ലാം ഈ മനസ്സിൽ നിന്നുകൊണ്ട്, പിന്നെ ജോലി ഭാരം, ഈ കണ്ട തെറി, ഈ പ്രഷർ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് വന്നിട്ട് ആൾക്കത് താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തനിക്ക് ആത്മഹത്യ ചെയ്യാൻ സൗകര്യമില്ലെന്നും ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാൻ താൻ റെഡിയാണെന്നും തനിക്കൊരു സാധാ പോലീസുകാരനായ മതി, ഒരു വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു ജോലി മതി തൽക്കാലം, SIയും CIയും അതുപോലെ നക്ഷത്രങ്ങളുടെ എണ്ണം തനിക്ക് ആവശ്യമില്ല എന്ന് കിരൺ എന്ന് പറയുന്ന ഒരു SI തീരുമാനമെടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ശരിയെന്ന് ഞാൻ പറയും. കാരണം ഒരു പോലീസുകാരനായി എന്തിനാണോ ഒരു പോലീസ് സേന ഇവിടെ, ഒരു പോലീസുകാരനെ തന്നെ കടമ നിർവഹിക്കാൻ, ഒരു പോലീസുകാരനായി ജീവിക്കാൻ തന്നെ എന്തിനാണോ നിയോഗിച്ചത് അതായി ജീവിക്കാൻ, ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ, അതായത് അവന്റെ ആവലാതി കേൾക്കാൻ എന്തിനാണോ ഒരു പോലീസുകാരനെ നിയമിച്ചത് അതായി തീരാൻ അവനെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കിരണിനെ പോലുള്ളവർ ഇങ്ങനെയുള്ള പാത തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പോലീസുകാരനുമായി സംസാരിച്ചു. ഏകദേശം 1 മണിക്കൂറോളം എൻ്റെ കാറിൽ നിന്ന് ഞാൻ സംസാരിച്ചു. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണ്. അതായത് പോലീസുകാർ നിരപരാധിയായിട്ടുള്ള 1-2 പോലീസുകാർ നിരപരാധിയായിട്ടുള്ള ഒരു കേസ്. ഇപ്പോൾ പോലീസുകാർ റിമാൻഡിലാണ്. അപ്പോൾ ആ റിമാൻഡിലുള്ള ആ പോലീസുകാരിൽ നിരപരാധികളുണ്ട്. അവരുടെ കേസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഈ പോലീസുകാരൻ പറഞ്ഞൊരു ഒരു സംസാരമുണ്ട്, താൻ ഈ പോലീസിന്റെ പണി ഒഴിവാക്കുകയാണ്. അതായത് അദ്ദേഹം കോൺസ്റ്റബിളാണ്, അതായത് സിവിൽ പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ല, തനിക്ക് ഈ പോലീസ് പണി ഇഷ്ടമല്ല, ഞാൻ ഇത് രാജിവെച്ചിട്ട് വല്ല ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പോവുകയാണ്, അതാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്? മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, സ്ട്രെസ്. അത്രത്തോളം സ്ട്രെസ് അവരെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഈ പോലീസ് സേനയ്ക്ക് ഓരോ ദിവസവും സേനയിലുള്ള ഓരോ പോലീസുകാരും കടന്നു പോകുന്നത്. അത് താങ്ങാൻ അവർക്ക് കഴിയില്ല. അവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് അവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് അവർ തൊഴിലെടുക്കുന്നത്. ഇതൊരു ഉത്തരവാദിത്വം മാത്രമല്ല, അവരുടെ തൊഴിൽ കൂടിയാണ്. കേവലം ഒരു സേവകൻ മാത്രമല്ല, അവരൊരു കുടുംബത്തിന്റെ നാഥനും കൂടിയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നവരും അതല്ലെങ്കിൽ ഇവരെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നവരും ഒന്നും ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ പോലീസുകാർ ക്ഷമ നശിക്കും, അവർ ചിലരൊക്കെ പണി ഉപേക്ഷിക്കും, ഇനി ഒന്നിനും പറ്റാത്തവർ ആത്മഹത്യ ചെയ്യും, ചിലരൊക്കെ ഇങ്ങനെ യുക്തമായ തീരുമാനമെടുത്ത് മാറിപ്പോകും. ഏതായാലും SI കിരൺ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ്. ആത്മഹത്യ ചെയ്തതിനേക്കാളും നല്ലത് അദ്ദേഹം തിരഞ്ഞെടുത്ത ഈ മാർഗം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാവും.